മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പടക്കക്കടയിൽ തീപിടിച്ചു. കട പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബൽറാം നെടുങ്ങാടി ഈ അപകടത്തിന്റെ വാർത്ത നൽകും ഡൽഹിയിൽ നിന്ന്. പറയൂ ബൽറാം. ഭോപ്പാലിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഹലാൽപൂരിലെ ഒരു പടക്കക്കടയിലാണ് തീപിടിച്ചത്. ഇതൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. സമീപത്തെല്ലാം തന്നെ വീടുകളുള്ള ഒരു മേഖലയിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. ഈ തീപിടുത്തം ഉണ്ടായി നിമിഷങ്ങൾക്കകം തന്നെ പ്രദേശത്ത് ആകെ ഭീതി പടരുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഈ പടക്കങ്ങൾ, ചൈനീസ് പടക്കങ്ങളും ഗുണ്ടുകളും ഉൾപ്പെടെ സമീപത്ത് തിരക്കേറിയ റോഡിന് എതിർവശത്തേക്ക് തെറിച്ചു വീഴുകയും അവിടെ വെച്ച് പൊട്ടിച്ചിതറുന്നതുമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങൾ അതീവ ഭീതിയിലായി. തുടർന്ന് പോലീസ് ഇടപെട്ട് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. ഫയർഫോഴ്സിന് പോലും പ്രദേശത്തേക്ക് അടുക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. 2 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ അതിൽ 4 ഫയർ എഞ്ചിനുകളോളം പങ്കെടുത്ത് രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ വലിയ തോതിലുള്ള പരാതികൾ ഇന്നലെ രാത്രി തന്നെ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ പടക്കക്കടകൾ ഉൾപ്പെടെയുള്ള അപകട സാധ്യതയുള്ള കടകൾ അനുവദിക്കുന്നതിനെതിരെ ഇത് വലിയ തോതിലുള്ള ഭീതി പടർത്തിയിട്ടുണ്ട്. എങ്കിലും ആർക്കും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.